നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രതിദിന യാത്രക്കാരുടെ എണ്ണം ഉയർത്തുക എന്ന തീരുമാനത്തിലേക്ക് എത്തുകയാണ് കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം. 5000-ൽ നിന്ന് 7500 ആക്കി ഉയർത്തുവാനാണ് നിലവിലെ തീരുമാനം. കഴിഞ്ഞ ദിവസം ക്യാബിനറ്റ് യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിലാണ് പ്രവാസികളടക്കമുള്ള യാത്രക്കാർക്ക് ആശ്വാസമാകുന്ന തീരുമാനം എടുത്തിരിക്കുന്നത്. യാത്രാവിലക്ക് എത്തിയപ്പോൾ വിദേശത്ത് കുടുങ്ങിയ പ്രവാസികൾ തിരികെ വരാൻ തുടങ്ങിയിരുന്നു. ഈയൊരു ഘട്ടത്തിലാണ് പുതിയ തീരുമാനം എടുത്തിരിക്കുന്നത്. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. യാത്രക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് വിമാന കമ്പനികൾക്ക് പുതിയ കോട്ട നൽകിയിരിക്കുന്നതെന്നാണ് അവരുടെ വാദം. ഏറ്റവും അധികം യാത്രക്കാരെ രാജ്യത്തേക്ക് കൊണ്ടുവരാൻ അനുവാദം കിട്ടുന്നത് എയർ അറേബ്യയ്ക്കും കുവൈറ്റ് എയർവേസിനുമായിരിക്കും. ഈ രണ്ട് വിമാന കമ്പനികൾക്കും 2500 യാത്രക്കാരെ അനുവദിക്കുകയും ചെയ്യും. പ്രവാസികളുടെ മടക്കം കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും പുതിയ കോട്ടകൾ അനുവദിക്കുക. അതേസമയം കാത്തിരിപ്പിനൊടുവിൽ കുവൈറ്റ് സ്കൂളുകളിൽ നേരിട്ടുള്ള ക്ലാസുകൾ തുടങ്ങുവാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് അധികൃതർ. സ്വകാര്യ സ്കൂളുകൾ സെപ്റ്റംബർ 27-നും പബ്ലിക് സ്കൂളുകൾ ഒക്ടോബർ 3-നും നേരിട്ടുള്ള ക്ലാസുകൾ ആരംഭിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ അലി അൽ മുഹമ്മദ് അറിയിച്ചു. രാജ്യത്തെ അറബിക് അക്രഡിറ്റഡ് സ്കൂളുകൾ, സർക്കാർ സ്കൂളുകൾ തുറക്കുന്ന ഒക്ടോബർ 3-ന് തന്നെയാണ് തുറക്കുകയെന്നും ഓൺലൈനായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മന്ത്രി പറഞ്ഞു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.